പാലക്കാട് ചിറ്റൂർ കമ്പാലത്തറയിൽ 1260 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയ കേസിൽ CPM നേതാവും പ്രതി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹരിദാസിനെയാണ് പ്രതി ചേർത്തത്. ഇയാൾ ഒളിവിലാണ്. നമുക്ക് ഏതായാലും ഗോകുൽ VS വിശദവിവരങ്ങളുമായി ചേരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഗോകുലിനോട് ചോദിക്കാം. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഏറ്റവും ആദ്യം ഈ സ്പിരിറ്റ് വേട്ടയുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഒന്ന് ചോദിച്ചോട്ടെ, മഴ ശക്തമായി തന്നെ അവിടെ ഉണ്ടോ? ഞാനിപ്പോൾ കുറച്ചു നേരം മുമ്പുണ്ടായിരുന്നു പാലക്കാട് നഗരത്തിലായിരുന്നു. അവിടെ കാര്യമായ മഴയുണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ പുതുപ്പരിയാരം എത്തിയപ്പോൾ ഇവിടെ നല്ല മൂടിക്കെട്ടിയ അന്തരീക്ഷമുണ്ട്, നല്ല മഴയുണ്ട്. ഇപ്പോൾ ചെറിയൊരു തോർച്ച ഇങ്ങനെ ഉണ്ട്, എന്നാലും ഒരു ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ ഒരു സമ്മിശ്രമായുള്ള രീതിയിലാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ മഴയുണ്ട് എങ്കിലും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും പരക്കെ ഇത്തരത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ മഴ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ പ്രാദേശിക ലേഖകരുമായൊക്കെ ബന്ധപ്പെടുമ്പോൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, തോർച്ചയുണ്ട്. ആ രീതിയിലാണ് പാലക്കാട് ജില്ലയിൽ മൊത്തത്തിൽ ഇന്ന് കാണാൻ കഴിയുന്നത്. ശരി ഗോകുൽ, ഏതായാലും നമുക്ക് സ്പിരിറ്റിൽ വെള്ളം ചേർക്കേണ്ട. വളരെ കൃത്യമായി തന്നെ ഈ സ്പിരിറ്റ് വേട്ടയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ലഭ്യമാവുന്ന വിവരം. പറയൂ വിശദവിവരങ്ങൾ. ഇത് പാലക്കാട് ചിറ്റൂരിലാണ്. അതിൽ LC സെക്രട്ടറിയായ ഹരിദാസനാണ് ഈ കേസിൽ പ്രതിയായത്. ഹരിദാസൻ ഇപ്പോൾ ഒളിവിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം 1260 ലിറ്റർ സ്പിരിറ്റ് പാലക്കാട് ചിറ്റൂർ കമ്പാലത്തറയിൽ വെച്ച് മീനാക്ഷിപുരം പോലീസ് പിടികൂടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹരിദാസൻ ഒളിവിൽ പോയത്. ഇയാൾ ഈ കേസിൽ പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് ഇയാളെ പ്രതി ചേർത്തിട്ടുണ്ട്. മീനാക്ഷിപുരം അതായത് സർക്കാർ പതിയിൽ കണ്ണയ്യന്റെ വീട്ടിൽ വെച്ചാണ് ഈ 1260 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയത്. LC സെക്രട്ടറി ഹരിദാസും ഉദയൻ എന്ന് പറയുന്ന ഒരാളുമാണ് തനിക്ക് സ്പിരിറ്റ് എത്തിച്ച് നൽകിയതെന്നാണ് കണ്ണയ്യൻ പോലീസിനോട് മൊഴി കൊടുത്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും പോലീസ് പ്രതി ചേർത്തത്. പക്ഷേ LC സെക്രട്ടറി ഹരിദാസും ഉദയനും ഇപ്പോൾ ഒളിവിലാണ്. അതേസമയം ഇയാൾക്കെതിരെ, ഹരിദാസിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് CPM അറിയിക്കുന്നത്. ഉടൻ തന്നെ ഇന്ന് ഇതിൽ ഒരു കമ്മിറ്റി ചേരുകയും പുറത്താക്കുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതും പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നുണ്ട്.